ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധ 7-ാം അധ്യായം. ഇപ്പോൾ നമ്മൾ ഇന്നലെ 14-ാം ശ്ലോകത്തിലാണ് നിർത്തിയത് അല്ലേ. അപ്പോൾ നമ്മൾ പുരാണങ്ങളുടെ ലക്ഷണം അല്ലേ, വിസർഗം എന്ന് വെച്ചാൽ മഹത്തത്വത്തിൻ്റെയും മൂലപ്രകൃതിയുടെ ഉത്ഭവം, പിന്നെന്താ വൃത്തി എന്ന് വെച്ചാൽ ആഹാരം അല്ലേ. ചില പ്രാണിവർഗങ്ങൾക്ക് ചില പ്രാണി ആഹാരമായിട്ട് മാറുന്നു അല്ലേ. നടക്കണ എന്താണ് ചരങ്ങൾക്ക് അചരങ്ങൾ അല്ലേ. ചരങ്ങൾ നമ്മൾ ജീവജാലങ്ങൾക്ക് അചരം ചലിക്കാത്ത വൃക്ഷങ്ങൾ അല്ലേ, അത് അങ്ങനെ ആഹാരമായിട്ട് മാറുന്നു. അങ്ങനെ ഓരോരോ ഭൂതങ്ങൾ മറ്റ് ഭൂതങ്ങളെ ആഹരിക്കുന്നതിനെ വൃത്തി എന്ന് പറയുന്നു അല്ലേ. പിന്നെ രക്ഷ, ഭഗവാൻ തിര്യക്കുകളുടെയും മനുഷ്യരുടെയും ഋഷിമാരുടെയും ദേവന്മാരുടെ ഇടയിൽ യുഗം തോറും അവതാരങ്ങൾ ചെയ്ത് വിശ്വരക്ഷയ്ക്ക് ചെയ്യണമുണ്ട്. അതിനെ രക്ഷ എന്ന് പറയുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ നിർത്തിയ. മന്വന്തരം മനുർദേവ മനുപുത്ര സുരേശ്വര ഋഷയോ അംശാവതാരശ്ച ഹരേ ഷഡ്വിധമുച്യതേ. ദേവന്മാർ, മനുപുത്രന്മാർ, ദേവേന്ദ്രൻ, ഋഷിമാർ, ശ്രീഹരിയുടെ അംശാവതാരം. ഇനി 6 വിധക്കാർ ചേർന്നാണ് രാജ്യപരിപാലനം ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഓരോ മനു ആ കാലഘട്ടത്തിലുള്ള ഓരോ മനുവിൻ്റെയും കാലഘട്ടത്തിൽ ദേവന്മാർ മാറും, ദേവേന്ദ്രൻ മാറും. അങ്ങനെ ഉള്ള ദേവന്മാരും പിന്നെ മനുവിൻ്റെ മക്കൾ രാജ്യം ഭരിക്കുന്ന മനുവിൻ്റെ അണ്ടറിൽ. പിന്നെ ദേവേന്ദ്രൻ, പിന്നെ ഋഷിമാരുണ്ട്, സപ്തർഷികൾ ആ കാലഘട്ടത്തിൽ, പിന്നെ ഭഗവാന്റെ അംശാവതാരം ശ്രീഹരിയുടെ. ഈ 6 വിധക്കാർ ചേർന്ന് യോജിച്ച് രാജ്യപരിപാലനം ചെയ്യുന്ന കാലത്തിന് മന്വന്തരം എന്ന് പറയും. അപ്പോൾ ഒരു മനുവിൻ്റെ കാലഘട്ടമാണ് മന്വന്തരം. രാജ്ഞാം ബ്രഹ്മപ്രസൂതാനാം വംശത്രൈകാലികോ അന്വയാ വംശാനുചരിതം തേഷാം വൃത്തം വംശധരാശ്ചയേ. അപ്പോൾ ഇത് ഭാഗവത്തിൻ്റെ പുരാണങ്ങളുടെ ലക്ഷണത്തിൻ്റെ ഡീറ്റെയിൽസ് ആട്ടോ. ബ്രഹ്മപ്രസൂതാനം, ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിച്ച രാജ്ഞാം, രാജാക്കന്മാരുടെ ത്രൈകാലിക 3 കാലത്തിലുള്ള അന്വയം യാതൊന്നു സ വംശ, അതാണ് വംശം. തേഷാം, അവരുടെ സംഘത്തിൽ വംശധര, വംശത്തെ ധരിക്കുന്നവർ യാതൊരുത്തരോ തേഷാം വൃത്തം, അവരുടെ ചരിതം വംശാനുചരിതം. ഇപ്പോൾ വംശത്തെയും വംശാനുചരിതത്തെയും വിവരിക്കുകയാണ്. ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിച്ച രാജാക്കന്മാരുടെ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും സർവ്വ 3 കാലങ്ങളിലും ഉണ്ടാവുന്ന രാജാക്കന്മാരുണ്ട് അല്ലേ. നിലയൊന്നു വരുന്ന വംശമുണ്ട്, അതിനെ വംശം എന്ന് പറയുന്നു അല്ലേ. ബ്രഹ്മാവിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് കുറേ കാലം മക്കളുടെ മക്കളും ഇങ്ങനെ ആ വംശം ഇങ്ങനെ നിലനിൽക്കും അല്ലേ. അതിനെ വംശം എന്ന് പറയും അല്ലേ. പിന്നെ ഏതെങ്കിലും വംശത്തിലെ ആ സംഘത്തിൽ നിന്ന് രാജ്യപരിപാലനാദി കർമ്മം നിർവഹിക്കുന്നവർ യാതൊരുത്തരാണോ അവരുടെ ചരിതത്തെ. അപ്പോൾ ഏതെങ്കിലും ബ്രഹ്മാവിൻ്റെ മക്കളിൽ നിന്ന് ആരെങ്കിലും മക്കളിൽ നിന്നുണ്ടായ ആ വംശത്തിൽ രാജ്യപരിപാലനം ചെയ്ത രാജാക്കന്മാരുണ്ടാവുമല്ലോ, അവരുടെ ആ ചരിത്രത്തെ, ഹിസ്റ്ററിയെ വംശാനുചരിതം എന്ന് പറയുന്നു. നൈമിത്തിക പ്രാകൃതികോ നിത്യാത്യന്തികോ ലയാ സംസ്ഥേതി കവിഭി പ്രോക്തത ചതുർദാസ്യ സ്വഭാവത. സംസ്ഥാസ്വരൂപം വിരിക്കുകയാണ്. കാലം, കർമ്മം, ഗുണം, ഇതൊക്കെ അനുസരിച്ച് നൈമിത്തികം, പ്രാകൃതികം, നിത്യം, ആത്യന്തികം, ഈ 4 വിധത്തിൽ ലോകത്തിലുണ്ടാവണ നാശത്തെ കവികൾ സംസ്ഥ എന്ന് പറയുന്നു. ഏതുർജീവോസ്യ സർഗാദേർ അവിദ്യാകർമ്മകാരകാഃ യം ചാനുശൈനം പ്രാഹൃർ അവ്യാകൃതമുദാപരി അസ്യ സർഗാദി. ഇതിൻ്റെ സർഗാദിക്ക് ഹേതു കാരണം അവിദ്യാകർമ്മകാരക, അവിദ്യ നിമിത്തമുണ്ടായ കർമ്മങ്ങളുടെ കർത്താവായിട്ടുള്ള ജീവൻ യം ചയാതിരുത്തനോ അപര, വേറെ ചിലർ അനുശൈനം അവ്യാകൃതം അവ്യാകൃതം എന്നും പറയുന്നു. അപ്പോൾ ഈ ലോകത്തിൽ സർഗാദികളുണ്ടാവാൻ കാരണം അവിദ്യയുടെ സംബന്ധം നിമിത്തം കർമ്മകർത്താവായിട്ടുള്ള ജീവനാണ് അല്ലേ. അപ്പോൾ ഈ സർഗവും ഈ സൃഷ്ടിയും സ്ഥിതിയൊക്കെ സംഹാരമൊക്കെ ഉണ്ടാകുന്ന അവിദ്യാസംബന്ധം നിമിത്തം ജീവന് മോക്ഷം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അജ്ഞതയിൽ മറിഞ്ഞിരിക്കുന്ന
ജീവാത്മാക്കളാണ് ഈ ഈ ഈ വിശ്വം നിലനിൽക്കാൻ കാരണം എന്നർത്ഥം. സർഗവും വിസർഗമൊക്കെ ഉണ്ടാവാൻ കാരണം. ചിലർ ഈ ജീവനെ തന്നെ ചൈതന്യ പ്രാധാന്യം നിമിത്തം അനുശയവാനെന്നും ഉപാധിയുടെ പ്രാധാന്യം നിമിത്തം പ്രകൃതിയുടെ അവ്യാകൃതം എന്നും പറയുന്നു. അവരവരുടെ പക്ഷത്തിൽ സൃഷ്ടിക്ക് കാരണം അനുശയവാൻ അല്ലെങ്കിൽ അവ്യാകൃതമാണ് അല്ലേ. ഫലത്തെ ഒരുക്കിയിരിക്കുന്ന കർമ്മത്തെ അനുശയം എന്നാണ് പറയുന്നത്. ആ കർമ്മം ആരെ ആശ്രയിച്ചിരിക്കണേ? ആത്മാവിനെ. ആ ചൈതന്യത്തെ അനുശയവാൻ എന്ന് പറയുന്നതിൽ ജീവാത്മാവ് തന്നെ അനുശയവാൻ. സൃഷ്ടിക്ക് മുമ്പ് നാമരൂപ ആകൃതി വിശേഷം ഇല്ലാത്തതുകൊണ്ട് അല്ലേ, സൃഷ്ടിക്ക് മുമ്പ് മൂലപ്രകൃതിക്ക് ആകൃതി വിശേഷം ഉണ്ടല്ല, അതിന് അവ്യാകൃതം എന്ന് പറയുന്നു. അതും ജീവാത്മാവ് തന്നെ. സർവ്വഥാ സൃഷ്ടിക്ക് കാരണം കർമ്മവാസനാസഹിതമായിട്ടുള്ള ജീവാത്മാവ് തന്നെയാണ് സിദ്ധിക്കണു. വ്യതിരേകാന്വയോ യസ്യ ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു മായാമയേഷു തദ്ബ്രഹ്മ ജീവവൃത്തിഷു അപാശ്രയം. മായാമയേഷു മായാൽ കൽപ്പിക്കപ്പെട്ട ജീവവൃത്തിഷു ജീവൻ്റെ വ്യാപാരഭേദങ്ങളായിട്ടുള്ള ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു, ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഈ അവസ്ഥകളിൽ യസ്യ യാതൊന്നിന് വ്യതിരേകാന്വയ വ്യതിരേകവും അന്വയവും ഭവിക്കുന്നു. തദ്ബ്രഹ്മ ബ്രഹ്മം അപാശ്രയമാണ്. ആശ്രയത്വം നിരൂപിക്കുകയാണ്. ജാഗ്രതാവസ്ഥയിൽ ജീവാത്മാവിന് എന്താ പറയുക? വിശ്വൻ എന്നുള്ള പേര് അല്ലേ. സ്വപ്നത്തിലോ സ്വപ്നാവസ്ഥയിൽ ജീവാത്മാവിന് തൈജസൻ എന്ന് പേര്. സുഷുപ്തിയിൽ പ്രജ്ഞ എന്നുള്ള പേരും ആണ് ജീവാത്മാവിന് ഉള്ളത് അല്ലേ. ഈ പേരുകളും വഹിച്ചുകൊണ്ട് ജീവൻ വ്യാപരിക്കുന്നു. സ്വരൂപത്തെ അറിയാണ്ടിരിക്കുന്നതിന് കാരണമായിട്ടുള്ള അവിദ്യയാണ് ഈ മൂന്നവസ്ഥയ്ക്ക് കാരണമായത്. ജാഗ്രതാവസ്ഥകൾ മായാമയങ്ങളാണ്, വാസ്തവമല്ല. ഓരോ അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയെ പ്രാപിക്കുമ്പോൾ അവസ്ഥകളോട് ചേർച്ചയും വേർപാടും ജീവന് അല്ലെ, അന്വയവും വ്യതിരേകവും ജീവന് സംഭവിക്കുന്നു. ഈ അന്വയ വ്യതിരേകങ്ങൾക്ക് സാക്ഷിയായിട്ട് സുഷുപ്തിയിലും സമാധിയാവസ്ഥയിലും അവസ്ഥയോട് ചേരാണ്ടിരിക്കുന്ന നിർവികാര പരമാർത്ഥ ചൈതന്യം യാതൊന്നാണോ ആ ചൈതന്യമാണ് സർഗാദികൾക്ക് ആശ്രയം. അപ്പോൾ പരമചൈതന്യത്തെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിന് വേറെ ആശ്രയമില്ലാത്തതുകൊണ്ട് അത് അപാശ്രയമാണ്. അപ്പോൾ ആത്മാവ് തന്നെ, ജീവൻ്റെ ആത്മാവ് തന്നെയാണ് സർഗാദികൾക്ക് ആശ്രയം എന്ന് പറയുക. പദാർത്ഥേഷു യഥാദ്രവ്യം സന്മാത്രം രൂപനാമസു ബീജാതി പഞ്ചതാന്താസു അവസ്ഥാസു യുതായുധം രൂപനാമസ്വരൂപത്തോടും നാമത്തോടും കൂടിയ പദാർത്ഥേഷു പദാർത്ഥങ്ങളിൽ ദ്രവ്യം കാരണദ്രവ്യം സന്മാത്ര എപ്രകാരം സത്താരൂപമായിരിക്കണോ തഥാപ്രകാരം ബീജാതി പഞ്ചതാന്താസു ബീജാധാനം തുടങ്ങിയ മരണത്തിൽ അവസാനിക്കുന്ന അവസ്ഥകളിൽ യുധായുധം ചേർന്നും ചേരാണ്ടിരിക്കണം എന്ന് പറയുക. ഇപ്പോൾ സർഗാദികൾക്ക് ആശ്രയം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ട് ദൃഷ്ടാന്തപൂർവ്വം ഉറപ്പിക്കുക. നാമരൂപങ്ങളോടുകൂടിയ ഘടവും ഘടപട്ടാദി പദാർത്ഥങ്ങളിൽ അല്ലേ. അപ്പോൾ ഘടം എന്ന് വെച്ചാൽ കുടം അല്ലേ, മൺകുടം. പിന്നെ പടാതി വസ്ത്രമായിരിക്കും അല്ലേ, വസ്ത്രം പടം, പദാർത്ഥം പടം എന്നുള്ള പദാർത്ഥം വസ്ത്രമാണ്. അപ്പോൾ പദാർത്ഥ രൂപത്തിൽ ഏതുവിധം അപ്പം ഘടാതി പദാർത്ഥങ്ങളിൽ നിന്ന് മണ്ണ്, നൂല് തുടങ്ങിയ കാരണദ്രവ്യങ്ങൾ ഏതുവിധം സത്താമാത്രമായിട്ടിരിക്കണോ പദാർത്ഥ രൂപത്തിൽ വിളങ്ങുകയും നാമരൂപത്തിൽ നിന്ന് വേറിട്ടിരിക്കുകയും ചെയ്യണോ അത് തന്നെ ഗർഭാധാനം മുതൽ മരണം വരെയുള്ള ജീവാവസ്ഥകൾക്ക് ബ്രഹ്മം ചേർന്നും ചേരാണ്ട് പ്രകാശിക്കണു എന്ന് പറയണേ. അപ്പോൾ അതുകൊണ്ട് മണ്ണ് മുതലായ ദ്രവ്യങ്ങൾക്ക് ആ വികാരങ്ങൾക്ക് അവരവരുടെ വികാരങ്ങൾക്ക് ആശ്രയമായിരിക്കും പോലെ ലോകത്ത് കാണപ്പെടുന്ന സർവ്വവികാരങ്ങൾക്കും ആശ്രയം ബ്രഹ്മമാണ്. ആ ബ്രഹ്മം സ്വഭാവത്താൽ തന്നെ നിർവികാരവും അന്യാശ്രയം കൂടാണ്ട് നിത്യവും വിളങ്ങണുമാണ്. അതുകൊണ്ട് അതിനെ സർഗാദികൾക്ക് ആശ്രയമായിട്ടും സ്വയം നിരാശ്രയമായിട്ടും അറിഞ്ഞോളണം ബ്രഹ്മത്തെ. വിരമേതയഥാ ചിത്തം ഹിത്വാ വൃത്തിത്രയം സ്വയം യോഗേന വാ തദാത്മാനം യഥേഹായ നിവൃത്തതേ. യോഗേന യോഗത്താൽ വൃത്തിത്രയം ഹിത്വാ വൃത്തിത്രയത്തെ ഉപേക്ഷിച്ചിട്ട് ചിത്തം മനസ്സ് യഥാ വിരമേത എപ്പോൾ സ്വതേ വിരമിക്കുമോ തഥാ ആത്മാനം വേദ അപ്പോൾ ആത്മാവിനെ അറിയും. ഈഹായ പ്രവൃത്തിന്ന് നിവർത്തതയെ നിവർത്തിക്കുന്നു. പുരാണങ്ങളുടെ സർഗാദികളായിട്ടുള്ള ദശവിധ ലക്ഷണങ്ങളെ വിവരിച്ച ശേഷം അതിൻ്റെ പ്രയോജനം പറയാണ്. സർഗാദികൾ മായാമയങ്ങളായതുകൊണ്ട് അതിൽ സാരാംശമില്ല എന്ന് പുരാണശ്രമത്താൽ
ജനിക്കണ ജ്ഞാന നിമിത്തം ചിത്തത്തിന് വിഷയവിരക്തിയും ആത്മാവിലെ രതി ഉണ്ടാവും. അതിനെ തന്നെയാണ് ഭക്തിയോഗം എന്നും പറയുന്നത്. ഭക്തി ഉറയ്ക്കുമ്പോൾ ജാഗ്രത തുടങ്ങിയ അവസ്ഥയും അതിക്രമിച്ച് ചിന്മാത്രമായിരിക്കാനുള്ള ശക്തി ചിത്തത്തിൽ സിദ്ധിക്കും. അപ്പോൾ ചിത്തം ചലനാത്മകമായിട്ടുള്ള സ്വഭാവത്തെ വിടിഞ്ഞ് ചിന്മാത്രമായി വിളങ്ങുന്നത് യാതൊന്നാണോ അത് തന്നെയാണ് സമാധി അവസ്ഥയിൽ. സംസാര ചിന്തയോ വ്യാപാരമോ യാതൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ആനന്ദസ്വരൂപമായിട്ട് ജീവാത്മാവ് പ്രകാശിക്കും. അത് തന്നെയാണ് ജീവൻ മുക്താവസ്ഥ. ഈ അവസ്ഥയെ പ്രാപിക്കുന്നതാണ് കഥാശ്രവണത്തിൻ്റെ പരമഫലം. ഏവം ലക്ഷണലക്ഷ്യാണി പുരാണാനി പുരാവിദാ മുനോ അഷ്ടയ പ്രാഹു ക്ഷുല്ലകാനി മഹാന്തി ച. പദാർത്ഥേഷു യഥാ ദ്രവ്യം സന്മാത്രം രൂപനാമസു ബീജാദി ഏവം ലക്ഷണലക്ഷ്യാണി പുരാണാനി പുരാവിദാ മുനയോ അഷ്ടാദശ പ്രാഹു ക്ഷുല്ലകാനി മഹാന്തി ച. ഏവം ലക്ഷണലക്ഷ്യാണി ഇപ്രകാരമുള്ള ലക്ഷണങ്ങളാൽ അറിയപ്പെടാൻ യോഗ്യങ്ങളായിട്ടുള്ള പുരാണങ്ങൾ മഹാന്തി മഹത്തുക്കളും ക്ഷുല്ലകാനി അല്പങ്ങളുമായിട്ട് 18 പുരാവിധ പൂർവചരിത്രം അറിയണ മുനിമാർ പറയണു. അപ്പോൾ ഈ പറഞ്ഞ വിധം സർഗാദികളായിട്ടുള്ള 10 വിധ ലക്ഷണങ്ങളാൽ അറിയപ്പെടാൻ യോഗ്യങ്ങളായിട്ടുള്ള മഹാപുരാണങ്ങൾ 18ഉം ലക്ഷണപൂർത്തി ഇല്ലാത്തതുകൊണ്ട് പുരാണങ്ങളെന്ന് പറയപ്പെടാൻ യോഗ്യങ്ങളായിട്ടുള്ള 18ഉം ഉപപുരാണങ്ങളുണ്ടെന്നും പൂർവവൃത്താന്ന് അറിയണ മുനിമാർ പറയണു. ബ്രാഹ്മം പാത്മം വൈഷ്ണവം ച ശൈവം ലൈംഗം സകാരുഢം നാരദീയം ഭാഗവതം ആഗ്നേയം സാസ്കാന്ധസം ഇദം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം മാർക്കണ്ഡേയം സവാമനം വാരാഹം മാത്സ്യം കൗർമ്മം ച ബ്രഹ്മാണ്ഡാഖ്യമിതി ത്രിഷഡ്. ബ്രാഹ്മം പാത്മം വൈഷ്ണവം ശൈവം ലൈംഗം ഗാരുഢം നാരദീയം ഭാഗവതം ആഗ്നേയം സ്കാന്ധം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം മാർക്കണ്ഡേയം വാമനം വരാഹം മാത്സ്യം കൗർമ്മം ബ്രഹ്മാണ്ഡം. ഇതാണ് പുരാണങ്ങൾക്കുള്ള 18 പേരുകൾ. ബ്രഹ്മന്നിതം സമാഖ്യാതം ശാഖാപ്രണയനം മുനേ ശിഷ്യ അശിഷ്യ പ്രശിഷ്യാണാം ബ്രഹ്മതേജു വിവർദ്ധനം. ബ്രാഹ്മണ മുനിയുടെയും പ്രശിഷ്യാണാം ശിഷ്യന്മാരവരുടെ ശിഷ്യന്മാരവരുടെയും ശിഷ്യന്മാർ ഇവരുടെയും ബ്രഹ്മതേജോ വിവർദ്ധന ബ്രഹ്മതേജസ്സിനെ വർദ്ധിപ്പിക്കുന്ന ശാഖാപ്രണയനം വേദശാഖ നിർമ്മാണം സമാഖ്യാതം സമ്യക്കായിട്ട് പറഞ്ഞു. ബ്രാഹ്മണോത്തമ പഠിക്കണവർക്കും കേൾക്കണവർക്കും ബ്രഹ്മതേജസ് വർദ്ധിപ്പിക്കണ വ്യാസമുനിയുടെയും ശിഷ്യന്മാരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും വേദസംഹിതാ പ്രവർത്തനം ഞാൻ അങ്ങയോട് പറഞ്ഞു തന്നു. ഇത് ശ്രീമദ്ഭാഗവതി മഹാപുരാണേ ദ്വാദശസ്കന്ധേ പരമാശ്രയ നിരൂപണേ പുരാണലക്ഷണ നിരൂപണം നാമ സപ്തമധ്യായ. ശ്രീഹരേ നമ. ശ്രീഹരേ നമ. ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധ 8ാം അധ്യായം. ശൗനക ഉവാച. സൂതജീവചിരം സാധു വദനു വദതാം വരാതാമസ്യ പാരേ ഭൂഭ്രമതാം നൃണാം ത്വം പാരദർശനം. സൂതജീവ ചിരം സാധു വദനോ വദതാം വരാതമസ്യ പാരേ ഭ്രമതാം നൃണാം തം പരമദർശന. എൻ്റെ ചിരഞ്ജീവിയായിട്ട് ഓർക്കാലിരിക്കുക. വദതാം
പറയാൻ അറിയണവരിൽ വെച്ച് ഉത്കൃഷ്ട സാധുവായിട്ടുള്ളവനെ നാ വധ ഞങ്ങളോട് പറഞ്ഞു തരണേ. അപാരേ തമസി കരകാണാത്ത അന്ധകാരത്തിൽ ഭ്രമതാം ചുറ്റിത്തിരിയണ നൃണാം നരന്മാർക്ക് നീയാണ് പാരദർശനം കരകാട്ടിക്കൊടുക്കണവൻ. 8-ാം അധ്യായത്തിൽ മാർക്കണ്ഡേയ തപസ് സകലരെയും മോഹിപ്പിക്കണ കാമാദികൾക്ക് മോഹിപ്പിക്കാൻ കഴിയാണ്ടിരുന്ന മുനി നരനാരായണന്മാരെ പറ്റി ചെയ്ത സ്തുതി ഈ വിഷയങ്ങൾ അടങ്ങിയേക്കണു. ശൗനകം പറയാൻ, എൻ്റെ സൂത, ഹേ സാധു, ഹേ വതാം വര, നീ ചിരകാലം ജീവിച്ചിരിക്കൂ. കരകാണാത്ത സമുദ്രത്തിൽ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയണ മനുഷ്യർക്ക് നീ കരകാട്ടി കൊടുക്കുകയല്ലേ. അതുകൊണ്ട് സംസാരാന്ധാരത്തെ കടക്കാൻ ആഗ്രഹിക്കണ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കണത് നീ ഞങ്ങളോട് പറയണേന്ന് ചിരായുഷം ഋഷീം മൃഗണ്ഡു തനയം ജനാഹ യകൽപ്പാന്തി ഉർവരിദൂയേന ഗ്രസ്തമിതം ജഗത്. ഏന യാതൊന്നുകൊണ്ട് ഇതം ലോകം, ഈ ലോകം ഗ്രസിക്കപ്പെടണോ. തസ്മിൻ കൽപ്പാന്തത്തിൽ ഉർവരിത യാതൊരുത്തൻ അവശിഷ്ടനായോ. മൃഗണ്ഡുതനയം ഋഷിയും മൃഗണ്ഡുത്തരനായിട്ടുള്ള ഋഷിയെ ജനങ്ങൾ ചിരായുസം ചിരായുഷ്മാനാന്ന് പറയണു. അപ്പോൾ കേൾക്കാൻ ഗ്രഹിക്കുന്ന പറയുകയാണേ, മൃഗണ്ഡു പുത്രനായിട്ടുള്ള ഋഷിയെ മാർക്കണ്ഡേയന ജനങ്ങൾ ചിരഞ്ജീവി എന്നാണ് പറയണത്. എന്താ വെച്ചാൽ അദ്ദേഹം ലോകം നിശേഷം നശിപ്പിക്കുന്ന കൽപ്പാന്തത്തിലും ജീവിച്ചിരിക്കും. സകലവും നശിക്കുമ്പോൾ ഏകനായ ഋഷി മാത്രം ജീവിച്ചിരിക്കുക എങ്ങനെയാണ് സംഭവമാണോ. സവാ അസ്മത് കുലോൽപ്പന്ന കലാപേഷ്മിൻ ഭാർഗവർഷഭാ നൈവാധുനാപി ഭൂതാനാം സംപ്ലവ കോപി ജായതേ. ഭരതർഷഭ, ഭാർഗവന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനായിട്ടുള്ള അദ്ദേഹം അസ്മിൻ കൽപ്പത്തിൽ അസ്മത് കുലോൽപ്പന്ന ഞങ്ങളുടെ കുലത്തിൽ ഉത്ഭവിച്ചവനാണ്. അതിനാപി ഇപ്പോഴും ഭൂതാനാം ഭൂതങ്ങളുടെ സവാ അസ്മത് കുലോൽപ്പന്ന കലാവേ കോപി സംപ്ലവ, യാതൊരു പ്രളയവും നജായതേവ ജനിക്കില്ല നിശ്ചയം. സവാ അസ്മത് കുലോൽപ്പന്ന കൽപ്പേഷ്മിൻ ഭാർഗവർഷഭാ നൈവാധുനാപി ഭൂതാനാം സംപ്ലവ കോപി ജായതേ. ഭാർഗവർഷഭി, ഭാർഗവന്മാരിൽ ഉത്കൃഷ്ടനായിട്ടുള്ള അദ്ദേഹം അസ്മിൻ കൽപ്പത്തിൽ അസ്മത് കുലോൽപ്പന്ന ഞങ്ങളുടെ ഭൂതങ്ങളുടെ കോപി സംപ്ലവ, യാതൊരു പ്രളയവും പ്രളയം തന്നെ ഉണ്ടായിട്ടില്ലല്ലോ മാർക്കണ്ഡേയൻ്റെ സമയത്ത്. ഇപ്രകാരം ജനങ്ങൾ പറഞ്ഞത് ശരിയല്ല ഞങ്ങൾക്ക് തോന്നുന്നു. ആ മുനിശ്രേഷ്ഠൻ ഈ കൽപ്പത്തിൽ ഞങ്ങളുടെ കുലത്തിൽ ജനിച്ചവനല്ലേ. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഭൃഗുകുല ശ്രേഷ്ഠൻ എന്നർത്ഥമായിട്ടുള്ള ഭാർഗവർഷഭൻ എന്ന് ജനങ്ങൾ വിളിക്കണേ. ഈ കൽപ്പത്തിൽ പ്രാകൃതികമോ നൈമിത്തികമായിട്ടുള്ള ഒരു പ്രളയം ഉണ്ടായിട്ടില്ല. ഏകേവാർണവേ ഭ്രാമ്യൻ ദദർശ പൂരുഷം കില വടപത്രപുടേ തൂകം ശയാനം ത്വേകം അത്ഭുതം. ഏകേവ, ഒറ്റയ്ക്ക് അർണവേ സമുദ്രത്തിൽ ഭ്രാമ്യൻ ഭ്രമിച്ച് വടപത്രപുടേ ആലിലയിൽ ശയിക്കണവനും അത്ഭുതം ആശ്ചര്യസ്വരൂപനും പുരുഷനുമായിട്ടുള്ള ഏകം തോങ്ങി ബാലനെ ദദർശ അഖില കണ്ടുപോലും. അപ്പോൾ ലോകം മുഴുവനും സമുദ്രത്താൽ മൂടപ്പെട്ടിരിക്കണോണ്ടേ ആ സമയത്ത് ആ ഏകാർണവത്തിൽ ആ ഏകൻ മാത്രമേ ഉണ്ടായുള്ളൂ. സമുദ്രത്തിൽ അങ്ങും ചലിക്കണവനായപ്പോൾ ആലിലയിൽ ശയിക്കണ അത്ഭുത ബാലസ്വരൂപനായിട്ടുള്ള ആ പുരുഷനെ അദ്ദേഹം കണ്ടുവെന്നും ഒരു ബാലപുരുഷനെ ബ്രഹ്മദേവൻ കണ്ടുവെന്നും കവികൾ പറയുന്ന ഈ വചനം എങ്ങനെയാണ് ഘടിക്കുക. ഏഷനാ സംശയോ ഭൂയാൻ സൂതകൗതൂഹലം യഥാ നതം ഛിന്തി മഹായോഗിൻ പുരാണേഷു അഭിസമ്മതാ സൂതവാച പ്രശ്നസ്തയോ. അപ്പോൾ കൽപ്പാവസാനത്തിൽ മാർക്കണ്ഡേയൻ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സംശയം തോന്നും. ഈ സംശയത്തെ ഏത് വിധമാണ് പരിഹരിക്കാൻ അങ്ങക്ക് സാധിക്കുക? വളരെ അതറിയാനായിട്ട് വളരെ കൗതുകമുണ്ട്. മഹായോഗിയും സകല പുരാണങ്ങൾ അറിയണവനാണ് ലോകത്ത് സമ്മതനായിരിക്കണം. അങ്ങ് ഞങ്ങളുടെ ഈ സംശയം യുക്തിപൂർവം തീർത്തു തരണേ എന്ന് പറയുക. പ്രശ്നത്വയാ മഹർഷേയം കൃതൂലോകഭ്രമാവഹ നാരായണ കഥായത്ര
ഗീതാ കലിമലാപഹ. മഹർഷി, എൻ്റെ മഹർഷി, ത്വയാകൃത പ്രശ്നായം പ്രശ്നം, അങ്ങയാൽ ചെയ്തപ്പെട്ട ചോദ്യം ലോകമലാപഹ, ലോകത്തിൻ്റെ ഭ്രമം നശിപ്പിക്കുന്ന എത്ര യാതൊന്നില്ല കലിമലാപഹ, കളങ്കത്തെ നശിപ്പിക്കുന്ന നാരായണകഥ. നാരായണകഥ ഗീത ഗാനം ചെയ്യപ്പെടുന്നു. സൂതൻ ശൗനകൻ്റെ ചോദ്യം അഭിനയിച്ച് ഉത്തരം പറയുന്നു. മഹർഷി, അങ്ങേത് ചോദ്യം ലോകത്തിൻ്റെ അജ്ഞാനം നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്നു. എന്താ വെച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ശ്രീനാരായണൻ്റെ കഥ പറയാൻ ഇടവരില്ലേ? ആ കഥ കലികൽമഷത്തെ നശിപ്പിച്ച് ഹൃദയശുദ്ധി നൽകണമല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളിന്ന് 6-ാം ശ്ലോകത്തിൽ നിർത്തിയിട്ട് നാളെ 7 തുടങ്ങും. ശ്രീഹരേ നമ, ശ്രീഹരേ നമ, ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ, ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.